പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് സകല നന്മകളുമാണ്. കർത്താവിന്റെ വചനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പരിപോഷിക്കപ്പെടുക നമ്മുടെ ഉള്ളിൽ, അല്ലേ? ശരിയല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചിന്തിച്ചതിനേക്കാളും നമ്മൾ കണ്ട സ്വപ്നത്തെക്കാൾ വലിയ സ്വപ്നം കാണാനായിട്ട് വചനം നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിച്ചതിനേക്കാളും വലുത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് ബോധ്യം ദൈവവചനത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ലേ? പലപ്പോഴും നിരാശയിലും തളർച്ചയിലും എല്ലാം ആയിരുന്നപ്പോഴും തകർന്നിരുന്നപ്പോഴൊക്കെ വചനം നമ്മളെ എഴുന്നേൽപ്പിച്ചിട്ടില്ലേ? അപ്പൊ വചനത്തിന്റെ ശക്തി അസാധാരണമാണ്. വചനത്തിന് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയും, പണിയാൻ കഴിയും, മാറ്റിമറിക്കാനായിട്ട് കഴിയും. അപ്പൊ നമ്മളിത് ഈ ദൈവവചനത്തിന് നാം കൊടുക്കേണ്ട പ്രാധാന്യം അത് വളരെ വളരെ പ്രസക്തമാണെന്ന് മറന്നുപോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മേഖലകളിൽ നിങ്ങൾക്കൊരു തകർച്ചയോ വീഴ്ചയോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാനായിട്ട് ദൈവവചനം മാത്രം മതി. നിങ്ങൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാനായിട്ട് വചനം മാത്രം മതി. ദൈവവചനം അത്രത്തോളം ശക്തിയുള്ളതാണ്. ദൈവവചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 24-ാം വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവിടെ സൗഖ്യത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പറയും. അവിടെ അതിന് ചേർന്ന് ഇങ്ങനെയാണ് പറയുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടത്. പാപം സംബന്ധിച്ച് മരിച്ച്, അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പാപം ചെയ്ത് മരിച്ചവർ, ആദാമ്യ തലമുറ പാപം ചെയ്ത നിമിത്തം മരിച്ചവർ. പാപത്തിന്റെ ശമ്പളമാണ് മരണം എന്ന് പറയുന്നത്. പാപത്തിന്റെ ശമ്പളം, the wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്ന ഒരു വ്യക്തി മരിക്കണം. അത് വ്യവസ്ഥ അങ്ങനെയാണ്, അങ്ങനെ സംഭവിക്കണം, അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? നമുക്കറിയാം, ആദാമിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ പഴം തിന്നരുത്, തോട്ടത്തിലെ നടുവിലെ നന്മ ജന്മകളുടെ അറിവിന്റെ വൃക്ഷഫലം കഴിക്കരുത്, അത് തിന്നുന്ന നാളിൽ മരിക്കും. പക്ഷെ അവരെന്ത് ചെയ്തു? അനുസരണക്കേട് കാണിച്ചു. അനുസരണക്കേടിലൂടെ മരണം അവരെ പിടിച്ചു. മരണത്തിന് അവർ കീഴ്പ്പെട്ടു. അപ്പൊ മരണത്തിന് അവർ കീഴ്പ്പെട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താ? അവര് വേർപ്പ് കൊണ്ട് അധ്വാനിക്കാൻ അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറാൻ തുടങ്ങി. ഇപ്പൊ വേർപ്പ് കൊണ്ട് അധ്വാനിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലിറ്ററൽ ആയിട്ട് ആ ഒരു അക്ഷരം പ്രതി ആ ഒരു വാക്കിൽ നമ്മള് ശ്രദ്ധിച്ചു നിൽക്കരുത്. പകരമായിട്ട് വേർപ്പ് കൊണ്ടെന്ന് പറയുമ്പോൾ കായികമായ അധ്വാനം അഥവാ മാനസികമായ പ്രയാസങ്ങൾ തന്റെ അധ്വാനത്താൽ, തന്റെ സ്വയപ്രയത്നത്തിലേക്ക് അവനെ വിടുകയാണ്. അപ്പൊ അങ്ങനെ ആ മനുഷ്യൻ നിമിത്തം ഭൂമിയെ ശപിച്ചു എന്നാണ് വചനത്തിൽ കാണുന്നത്. അങ്ങനെ പിന്നത്തെ നമുക്കറിയാം, കായിലും ആവേലും വഴക്കും അടിയും കൊലപാതകവും ഒക്കെ ആയി. പിന്നത്തതിൽ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം അനുദപിച്ചു എന്ന് പറയത്തക്ക വേണം, അത്രത്തോളം ദേശത്തിൽ അധർമ്മം പെരുകി എന്നാണ് വചനത്തിൽ കാണുന്നത്. അപ്പോൾ അവിടെ ആ പാപത്തിന് ശമ്പളം കർത്താവ് ന്യായപ്രമാണം എഴുതി കൊടുത്ത്, കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തിട്ട് നിങ്ങൾ ഇത് ചെയ്യുന്നവൻ ഇതുമൂലം ജീവിക്കും. പക്ഷെ അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചുള്ള ശിക്ഷകളും അവർക്കുണ്ടായിരുന്നു. അപ്പൊ അതിനോട് ചേർന്ന് തന്നെ ദൈവം കൊടുത്തൊരു കാര്യം. അപ്പൊ ആ ഒരു നിലയിൽ ജീവിക്കുന്ന ജനസമൂഹം, അങ്ങനെ അവര് ജീവിതത്തിൽ അവർ ആ ഒരു നിലവാരത്തിലാണ് അവരുടെ ജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രത്യാശയ്ക്ക് വകയില്ലാതിരിക്കുക കർത്താവ് അവർക്ക് കൊടുത്തൊരു വലിയ വാഗ്ദത്തമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ കാണുന്നത്. അവിടെ നമ്മുടെ അകൃത്യങ്ങളും നമ്മുടെ അതിക്രമങ്ങളും നിമിത്തം യേശു മുറിവേറ്റു, യേശു തകർന്നു. നമ്മുടെ സമാധാനത്തിനാണ് ശിക്ഷ യേശുവിന്റെ മേലായി, യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം വന്നു യേശുവിന്റെ അടിപ്പിണരുകളാൽ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. യേശുവിന്റെ അടിപ്പിണർ നമുക്ക് സൗഖ്യത്തെ കൊടുക്കും. അവിടെ ഈ സൗഖ്യത്തിന് കാരണമായി കർത്താവ് തന്റെ ശരീരത്തിൽ മുറിവേറ്റു. നമ്മുടെ രോഗത്തിന് കാരണം എന്താ? നമ്മുടെ അകൃത്യങ്ങളും അതിക്രമങ്ങളും രോഗത്തെ കൊണ്ടുവന്നു. അതായത് നമുക്ക് രക്ഷ എന്ന് പറയുമ്പോൾ
രക്ഷ എന്ന് പറയുമ്പോൾ പൂർണ്ണമായ ആരോഗ്യം, അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു മനുഷ്യനിലുണ്ടാകുന്ന പൂർണ്ണതയാണ് രക്ഷ എന്ന് പറയുന്നത്. അത് നമുക്ക് ആ പൂർണ്ണത എന്ന് പറയുന്ന വാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം 10-ാം വാക്യത്തിൽ. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും അവനിലല്ലോ, ക്രിസ്തുവിലല്ലോ ദേഹരൂപമായി വസിച്ചത്. സകല വാഴ്ചകൾക്കും അധികാരത്തിനും തലയായ അവനിൽ നാം പരിപൂർണരായി തീർന്നിരിക്കുന്നു. അപ്പൊ ആ സാൽവേഷന്റെ പൂർണ്ണത നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെയാണ്, യേശു ക്രിസ്തുവിലാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 10-ലാണ് നാം അത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ആ കൊലോസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിലെ 10-ാം വാക്യത്തിൽ കാണുന്ന പരിപൂർണത ക്രിസ്തുവിലാണ്. ആ പൂർണ്ണതയാണ് ശരിക്കും നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയാൽ സാൽവേഷൻ എന്ന് പറയുന്നത് അതാണ്. സാൽവേഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള പൂർണ്ണതയാണ്. ക്രിസ്തുവിൽ നാം ആയിത്തീരുമ്പോൾ നാം ആയിത്തീരുന്ന പൂർണ്ണതയാണ് ശരിക്കും രക്ഷ എന്ന് പറയുന്നത്. അപ്പൊ രക്ഷ എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും അത് ആത്മാവിലേക്ക് മാത്രം, അത് നിത്യജീവൻ എന്ന് പറയുന്ന ദൈവിക വാഗ്ദത്തം ആകുന്ന ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല രക്ഷ. രക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദൈവവചനത്തില് ഗലാത്യ ലേഖനം അതിന്റെ 3-ാമത്തെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ല, ഏകനെ കുറിച്ച് അത്ര പറയുന്നത്, അത് ക്രിസ്തു തന്നെ. ഇപ്പൊ സന്തതികൾ എന്നല്ല, സന്തതി, ഏകൻ, ഒരുവൻ, യേശു ക്രിസ്തു, ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവിന് നൽകപ്പെട്ടതാണ്. നാം ക്രിസ്തുവിലാകുമ്പോഴാണ് നാം വാഗ്ദത്തത്തിന് അവകാശികളാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായി തീർന്നിരിക്കുന്നു. വി ആർ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നമ്മൾ പൂർണ്ണതയിലാകുന്നത് ക്രിസ്തുവിലാകും. നമ്മുടെ ജീവിതത്തിനകത്ത് പല മേഖലകളിൽ നമുക്ക് അപൂർണതകളുണ്ട്. നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതക്രമങ്ങളിൽ, ജീവിത നിലവാരത്തിലും, ജീവിതത്തിൽ ഡിസിപ്ലിനിലും എല്ലാം നമുക്ക് ഇംപെർഫെക്ഷൻ പറയാനുണ്ട്. പക്ഷെ ഒരൊറ്റ സ്ഥലത്തെ പെർഫെക്ഷൻ പറയാനായിട്ടുള്ളൂ, ദാറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ്. അപ്പൊ ആ ക്രിസ്തുവിലെ പൂർണ്ണത, സാൽവേഷൻ എന്ന് പറയുമ്പോൾ ദേഹി ആത്മാവിൽ പൂർണ്ണമായ രക്ഷ എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിത്യജീവൻ, ആത്മാവിന് നിത്യജീവനെ മാത്രം മനസ്സിലാക്കരുത്. ഹല്ലേലൂയ. അതിന് അപ്പുറമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴുള്ള സകല അനുഗ്രഹങ്ങളും വാഗ്ദത്തത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. രക്ഷയ്ക്കകത്തുണ്ട്. അതായത് യേശുക്രിസ്തുവിന്റെ സ്നാനത്തോട് ചേർന്ന് സ്വർഗത്തിൽ നിന്ന് മുഴങ്ങിക്കിട്ട ശബ്ദമുണ്ട്: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമുക്കറിയാം, പിന്നത്തെ യേശുവിന്റെ യാത്രയിൽ ആ പുത്രത്വത്തിന്റെ അധികാരം എല്ലായിടത്തും വെളിപ്പെടുന്നത് കാണാൻ സാധിക്കും. രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ ഓടിപ്പോകുന്നു, അത്ഭുതങ്ങൾ, അതുപോലെ വെള്ളം വീഞ്ഞായി തീരുന്നു, 5 അപ്പം 5000 പേര് ഭക്ഷിക്കത്തക്കവണ്ണം വർദ്ധിക്കുന്നു, 1000 സൗഖ്യം പ്രാപിക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു. വലിയ ദൈവപ്രവർത്തികളാണ് പിന്നത്തിൽ നടന്നത്. അപ്പോ യേശുക്രിസ്തുവിന്റെ പുത്രത്വം എന്ന് പറയുന്നത് മരണപുനരുത്ഥാനത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. അവൻ ജഡപ്രകാരം ഈ ഭൂമിയിൽ ജീവിച്ച നാളുകളിലും ദൈവപ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു അവയിലൂടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് സാൽവേഷൻ എന്ന് പറയുമ്പോൾ ഇത് മുഴുവനുണ്ട്. നിത്യതയുണ്ട്, സ്വസ്ഥതയുണ്ട്, ആരോഗ്യമുണ്ട്. അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, അവൻ നമ്മുടെ പാപങ്ങൾ സംബന്ധിച്ച് മരിച്ച്, നാം നമ്മുടെ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടത്, നാം പാപം സംബന്ധിച്ച് മരിച്ചു. നമ്മുടെ പാപം, നമ്മുടെ ജീവിതത്തിന്റെ രോഗത്തിനും പ്രശ്നങ്ങൾക്കും എല്ലാം അടിസ്ഥാന കാരണം എന്താണ്? പാപം. പാപത്തിന് ശമ്പളമാണ് മരണം. ഈ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തിൽ നിന്ന് നാം വിടുവിക്കപ്പെടാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം പാപം സംബന്ധിച്ച് മരിക്കേണ്ടതിന്, അത് മുൻപിലത്തെ അവസ്ഥ എന്താണ്? ആത്മാവ് ദൈവനീതിയിൽ മരിച്ചിരിക്കുക, ദൈവനീതി സംബന്ധിച്ച് മരിച്ചിരിക്കുക, ദൈവനീതി അറിയില്ല. അവിടെ നിന്ന് ഇപ്പോഴൊരു മരണം സംഭവിച്ചു, പാപത്തിന് മരിച്ചു. പാപം എന്താണെന്ന് നമുക്കറിയില്ല. പാപം എന്താണെന്ന് അറിയില്ലെന്നല്ല, പാപം ചെയ്യാൻ സാധിക്കാതെ വണ്ണമുള്ള പുത്രത്വത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ആ പുത്രത്വത്തിലേക്ക് പ്രവേശിച്ച നമ്മുടെ ജീവിതത്തിനകത്ത്, പുത്രന്മാരായി തീർന്ന നമ്മുടെ ജീവിതത്തിനകത്ത്, അപ്പൊ അവിടെ
നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അസാധാരണ അത്ഭുതം എന്ന് പറയുന്നത്, മനസ്സുകൊണ്ട് നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ശരീരത്തെ ആത്മാവ് നിയന്ത്രിക്കാനായിട്ട് തുടങ്ങി. ആത്മാവിന്റെ ജീവനാണ് ശരീരത്തിന്റെ നിലനിൽപ്പിനെ കാണുന്നത്. ആത്മാവ് ശക്തി പ്രാപിച്ചു, ആത്മാവ് ബലം പ്രാപിച്ചു, ആത്മാവിനകത്ത് ജീവൻ ഒഴുകാൻ തുടങ്ങി. അവിടെയാണ് അടിപ്പിണരാലുള്ള സൗഖ്യമുണ്ടായത്. ആമേൻ. അതായത് എൻ്റെ ഡിസിപ്ലിൻ, എൻ്റെ ജീവിതത്തിന്റെ ചില ക്രമങ്ങൾ കൊണ്ട് എനിക്ക് ഞാൻ നല്ലവനായിരിക്കുന്നു, അതിക്രമങ്ങൾ കൊണ്ട് തകർന്നു പോയി. ഇല്ലില്ല, ഇവിടെ യേശു ക്രിസ്തുവിലാണ്, ആത്മാവിലാണ് എൻ്റെ ജീവൻ ഇരിക്കുന്നത്. നിങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം എത്രത്തോളം തകർന്നതോ തരിപ്പണമായതോ പ്രത്യാശ നഷ്ടപ്പെട്ടതോ നിലയിൽ നിങ്ങൾ തകർന്നിരിക്കുന്നെങ്കിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇല്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രത്യാശ നൽകുവാൻ കഴിയും ഈ ഒരു തിരിച്ചറിവിന്. എന്ത് തിരിച്ചറിവാന്ന് പറയുമോ? യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അവന്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുക. പിന്നെ നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളെ അത്ഭുത സൗഖ്യത്തെ ആമേൻ കർത്താവ് അയക്കുവാൻ ശക്തനാണ്. ഗോഡ് ഈസ് ഏബിൾ ടു ഹീൽ യു. അവ നിങ്ങളെ പൂർണ്ണമായും സൗഖ്യമാക്കുവാൻ ശക്തനാണ്, പരിപൂർണമായും സൗഖ്യമാക്കുവാൻ ശക്തനാണ്. ഇവിടെ അവന്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഈ സൗഖ്യത്തിന് നമ്മളിൽ എന്താണ് വേണ്ടത്? നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകണമായിരുന്നു. പാപപരിഹാരം നടന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ധൈര്യമായിട്ട് പറയാം, എൻ്റെ രോഗം സൗഖ്യമായേ പറ്റൂ. കാരണം പാപത്തിന് അനന്തരഫലമായിട്ട് വന്നതാണ് രോഗം. പക്ഷേ യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി, എന്റെ പാപത്തെ തന്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ചു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ, ഇപ്പോൾ വർഷങ്ങളായി, തലമുറകളായി, പാരമ്പര്യമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിൽക്കുന്ന രോഗത്തെ എടുത്തു മാറ്റാനായിട്ട് നിങ്ങളുടെ വിശ്വാസത്തിന് കഴിയും. ആമേൻ. അത് നിങ്ങളുടെ അടുക്കൽ ആരും വന്ന് കൈവയ്ക്കോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കോ ഒന്നും ചെയ്യണം. നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. അതായത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പഴയ നിയമത്തില് ദൈവം പ്രവാചകർക്ക് അല്ലെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു. പക്ഷെ പുതിയ നിയമത്തിൽ ദൈവം വിശുദ്ധന്മാരിൽ വെളിപ്പെട്ടു. അപ്പൊ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടത് കൊണ്ട് അവർക്ക് പുറമെ എന്തെങ്കിലുമൊക്കെ നടക്കേണ്ടിയിരുന്നു, സൗഖ്യത്തിനും അത്ഭുതത്തിനും ഒക്കെ. പക്ഷെ ഇപ്പോൾ നമ്മളിലാണ് വെളിപ്പെട്ടിരിക്കുന്നത്, നമ്മിലാണ് ദൈവം വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗഖ്യവും നമ്മുടെ വിടുതലും നമ്മുടെ ഉള്ളിൽ നിന്നാണ് പുറപ്പെടുന്നത്. നമ്മുടെ തിരിച്ചറിവിന്റെ അടയാളമാണത്, നമ്മുടെ തിരിച്ചറിവിന്റെ റിസൾട്ടാണത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നിങ്ങൾ രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ അകത്തുണ്ടാകേണ്ടത് വളരെ പ്രധാനമായിട്ട് ഈ ഒരു ഉറപ്പാണ്. എന്തുറപ്പാ? എന്റെ രോഗത്തിന് അടിസ്ഥാന കാരണമായിരുന്ന പാപത്തെ യേശു ക്രൂശിൽ വഹിച്ചു തീർത്തു. നിങ്ങളുടെ അകത്ത് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ നമുക്കൊന്ന് ഏറ്റു പറയാൻ പറ്റുമോ? യെസ്, ഞാൻ വിശ്വസിക്കുന്നു, യേശു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്നത്, ആ പാപം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ പിശാച് ആധിപത്യം ഉറപ്പിച്ചിരുന്നു ആ മേഖലകളിൽ മുഴുവൻ സ്വാതന്ത്ര്യം ഒഴുകുകയാണ്. സ്വാതന്ത്ര്യം. യെസ്, അത് നിങ്ങളിൽ സംഭവിക്കേണ്ട കാര്യമാണ്, സംഭവിക്കുന്ന കാര്യമാണ്. അത് സംഭവിച്ചേ മതിയാവും. സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്, സമൃദ്ധി നിങ്ങളുടെ അവകാശമാണ്, അനുഗ്രഹം നിങ്ങളുടെ അവകാശമാണ്, നീതി നിങ്ങളുടെ അവകാശമാണ്. കാരണം യേശുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിയെ നീതീകരിക്കുമെന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിന് തന്റെ വാക്ക് മാറ്റാൻ സാധ്യമല്ല. രോഗസൗഖ്യം, അനേകര് പല കാരണങ്ങളാൽ രോഗത്താൽ ബാധിക്കപ്പെട്ടവരായിട്ട് ജീവിക്കുക. എങ്ങനെ രോഗത്തിൽ നിന്ന് പുറത്തു വരാം? ഓടുകയാണ് ആളുകൾ ആ രോഗത്തിൽ നിന്ന് പരിഹാരം ലഭിക്കാനായിട്ട്. പല കാരണങ്ങൾ കൊണ്ട് ആളുകൾ രോഗികളായിക്കൊണ്ടിരിക്കുന്നു. അനേക സ്ഥലങ്ങളിൽ നമുക്ക് അതിനുവേണ്ടിയുള്ള മനുഷ്യന്റെ യാത്ര, ഓട്ടം നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ പാപത്തിന് പരിഹാരം വന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളിൽ സൗഖ്യം നടന്നിരിക്കും, നിശ്ചയമായി നടന്നിരിക്കും. സൗഖ്യമാക്കിയേ പറ്റൂ.
നമുക്കറിയാം യേശുവിന്റെ അടുക്കൽ വന്ന ഒരൊറ്റ വ്യക്തി പോലും നിരാശയോടെ മടങ്ങിപ്പോകാൻ അനുവദിച്ചില്ല, ഒരൊറ്റ ആളൊഴികെ, അല്ലെ? ദൈവരാജ്യം സ്വന്തമാക്കാനായിട്ട് വന്നവനോട് കർത്താവ് പറഞ്ഞു, പ്രമാണങ്ങളൊക്കെ പറഞ്ഞു, പാവം പറഞ്ഞു, എല്ലാം ഞാൻ ചെറുപ്പം മുതലേ ചെയ്തു. പക്ഷെ ഒരൊറ്റ കാര്യം ചോദിച്ചു, നീ നീതിമാനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കാൻ പറഞ്ഞു. അവന് വലിയ സമ്പന്നനാക്കുകൊണ്ട് നിരാശയോടെ പോയി. ബാക്കി എല്ലാവരും യേശുവിന് എടുക്കുന്ന ആവശ്യങ്ങളോടെ വന്നു, സൗഖ്യമാകാൻ വന്നവർ. അവരെ ഒക്കെയും കർത്താവ് അസാധാരണമായ നിലയിൽ അനുഗ്രഹിച്ചു എന്നാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. അവരുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നടത്തി. എന്നാൽ നമുക്കവിടെ വളരെ പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ രോഗികൾ സൗഖ്യമാകുന്നത് ആമേൻ കർത്താവിന്റെ ശുശ്രൂഷയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് രോഗസൗഖ്യം നമ്മുടെ അവകാശം. പിന്നെ രോഗസൗഖ്യത്തിന് ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ ആ വ്യക്തി അടുത്ത് ചിന്തിക്കുന്നത് മരുന്ന് എവിടെ കിട്ടും, മരുന്ന്, ഔഷധം അന്വേഷിച്ച് നടക്കും. അതാണ് എല്ലാവരും ചെയ്യുന്നത്, അല്ലേ? സദൃശ്യവാക്യം അതിന്റെ 17-ാം അധ്യായം 22-ാമത്തെ വാക്യം, സദൃശ്യവാക്യങ്ങൾ അതിന്റെ 17-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. സന്തുഷ്ട ഹൃദയത്തെ കുറിച്ച് അവിടെ പറയും. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. അവിടെ പറയുന്നത് സന്തുഷ്ട ഹൃദയം നല്ല ഔഷധം. അപ്പൊ നമുക്കറിയാം, ഒരാൾ രോഗിയായാൽ മരുന്ന് വേണം, ഔഷധം വേണം, അല്ലേ? അത് ഉടൻ തന്നെ നമ്മൾ രോഗിയായ വ്യക്തി ഡോക്ടറെ അന്വേഷിച്ചാൽ പോകും. ഡോക്ടറെ അന്വേഷിച്ച് പോകുന്ന അദ്ദേഹത്തെ കാണുക എന്നുള്ളതല്ല, അദ്ദേഹത്തെ കണ്ടിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? ഡോക്ടറെ പോയി കണ്ടു, നമ്മൾ ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഡോക്ടറെ കണ്ടു, ഡോക്ടർ നമ്മളോട് കുറച്ച് സംസാരിച്ചു, നമ്മൾ സംസാരിച്ചു, തിരിച്ചു വന്നു. പക്ഷെ അതല്ലല്ലോ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത് അദ്ദേഹം എഴുതി തരുന്ന, അദ്ദേഹം നിർദ്ദേശിക്കുന്ന മരുന്നുകളെ വാങ്ങി നമ്മൾ കഴിക്കാനും അത് നിമിത്തം രോഗസൗഖ്യം പ്രാപിക്കാനുമായിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഡോക്ടറെ തേടി പോകുന്ന അതിനേക്കാളും വിശേഷമായിട്ടിവിടെ പറയുകയാണ്, സന്തുഷ്ട ഹൃദയം. അതായത് ഹല്ലേലൂയ, നിങ്ങൾക്ക് ഔഷധം വേണമെങ്കിൽ നിങ്ങളുടെ അകത്തുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്തോഷമായ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാവും. അപ്പൊ രോഗത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? സന്തുഷ്ടമായ ഹൃദയം. നിങ്ങൾ അല്പമൊക്കെ ഈ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാനായിട്ട് കഴിയും. അവരുടെ ജീവിതത്തിൽ അനേകരുടെയും രോഗത്തിന്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് മാനസികമായിട്ടുണ്ടാകുന്ന പ്രഷറാണ്, ടെൻഷനാണ്, അസ്വസ്ഥതകളാണ്. നമുക്ക് വേറെ എങ്ങും ഒരു മാധ്യമങ്ങളിലും പോകേണ്ട കാര്യമില്ല. ചുറ്റുപാടുകളെ നോക്കിക്കേ, ഇല്ല, നമ്മുടെ ജീവിതം തന്നെ തിരിഞ്ഞു നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും എപ്പോഴാണോ മാനസികമായ സമ്മർദ്ദങ്ങൾക്ക് വശപ്പെടുന്നത്, അപ്പോഴാണ് നമ്മൾ ശാരീരികമായിട്ട് രോഗികളാകുന്നത്, തളർന്നു പോകുന്നത്. ചിലത് നമുക്ക് കാണാൻ കഴിയും, വളരെ മാരകമായ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ട ചിലരുടെ ജീവിതത്തിൽ അവർ ജീവിതം ആസ്വദിക്കാനായിട്ട് തീരുമാനിച്ച് ആ രോഗത്തിൽ നിന്ന് പുറത്തു വന്നത് കാണാൻ സാധിക്കും. മരുന്നിനേക്കാൾ അപ്പുറമായി അവർ ജീവിതത്തെ ആസ്വദിക്കാൻ തീരുമാനിച്ചു, രോഗത്തിൽ നിന്ന് പുറത്തു. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ സന്തോഷമുള്ള ഒരു ഹൃദയം ഒരു ബെസ്റ്റ് മെഡിസിൻ ആണ്, ഏറ്റവും നല്ല ഔഷധമാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ഔഷധം തേടി നടക്കുന്ന നിങ്ങളിൽ തന്നെ ഔഷധം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ രോഗസൗഖ്യത്തിനായിട്ട്. നമുക്കറിയാം, വചനം ഇങ്ങനെ പറയുന്നത്, അവൻ തന്റെ വചനത്തെ അയച്ച് സൗഖ്യമാക്കുന്നവൻ, വചനത്തെ അയച്ച് സൗഖ്യമാക്കുന്നു. അപ്പൊ കർത്താവ് തന്നെ വചനം അയച്ച് സൗഖ്യമാക്കുന്നത്. ആ കർത്താവിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അവന്റെ ഹല്ലേലൂയ, അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. അപ്പൊ നമ്മുടെ അകത്ത് രോഗമുള്ളപ്പോൾ തന്നെ സൗഖ്യം വന്നു കഴിഞ്ഞു എന്ന തിരിച്ചറിവിലൂടെ സന്തോഷിക്കാൻ സാധിക്കണം. അതെ, ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയണം. രോഗമുള്ളപ്പോൾ തന്നെ
യേശുവിന്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നു എന്ന തിരിച്ചറിവിൽ സന്തോഷിക്കാൻ സാധിക്കണം. യെസ്. അപ്പം ഔഷധം എന്ന് പറയുന്നത് നമ്മുടെ സന്തുഷ്ട ഹൃദയമാണ്. ഹൃദയത്തിൽ സന്തോഷത്തോടിരുന്ന അത് നമ്മുടെ ജീവിതത്തെ പലരെയും അലട്ടുന്ന വലിയ പ്രശ്നമാണ്. സന്തോഷമില്ല. എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങൾ, എല്ലായിടത്തും പ്രശ്നങ്ങൾ, നിരാശ, ഭയം, ഭാരം അവരെങ്ങനെ അലട്ടുക. എവിടെ ചെന്നൊരു സ്വസ്ഥത കണ്ടുപിടിക്കാൻ പറ്റും? സ്വസ്ഥതയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുക, സ്വസ്ഥതയില്ല. അപ്പം ഏറ്റവും വലിയ കാര്യം, രോഗസൗഖ്യത്തിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എന്താണ്? സന്തുഷ്ട ഹൃദയം, സന്തോഷമുള്ളൊരു ഹൃദയം. അപ്പൊ സന്തോഷമുള്ള ഹൃദയം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് റോമാലേഖനം അതിന്റെ 14-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ദൈവരാജ്യം, വാട്ട് ഈസ് കിങ്ഡം ഓഫ് ഗോഡ്, ഡിഫൈൻ ചെയ്യുക. എന്താണ് ദൈവരാജ്യം എന്നതിനെ നിർവചിക്കുക. അവിടെ പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷം. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, രോഗസൗഖ്യത്തിന് ഇവിടെ പറയുന്നത് സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉള്ള ഭാരങ്ങളും നമ്മൾ നാളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കുറ്റബോധവും നിരാശയും ഒക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് അല്പം ഒന്ന് സന്തോഷിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ആ സന്തോഷം തന്നെ നിങ്ങളുടെ രോഗസൗഖ്യത്തിന് കാരണമായി തീരും. നിങ്ങളുടെ ഉള്ളിൽ ഉയർന്നു വരുന്ന സന്തോഷം നിങ്ങളുടെ ചുറ്റുപാടുകളെ സ്വാധീനിക്കും, നിങ്ങളുടെ അവസ്ഥകൾ മാറും. പ്രൈസ് ഗാഡ്. അപ്പൊ ആ സന്തോഷത്തിന്റെ കാരണം ഇവിടെ പറയുക, ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷം. അപ്പൊ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലെ സന്തോഷം. അപ്പൊ അവിടെ 3 കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ദേഹന്തീ ആത്മാവിനോട് ചേർന്നാണ് അത് നിൽക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ, നമ്മുടെ അകത്തുണ്ടാകേണ്ട നീതിബോധം, മനസ്സിലുണ്ടാകേണ്ട നീതിബോധം. 2, നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന റെസ്റ്റ്. 3, നമ്മുടെ ആത്മാവിലുണ്ടാകുന്ന സന്തോഷം. അതായത് ആത്മാവ് സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് നീതിബോധത്തിൽ നിൽക്കും. ആ നീതിബോധത്തിൽ നിൽക്കുമ്പോൾ ശരീരത്തിൽ സമാധാനം ഉണ്ടാകും. എനിക്കിപ്പോ ആശ്വാസം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എങ്ങനെയുണ്ട് രോഗം എന്ന് ചോദിച്ചാൽ ആളുകൾ പറയും എനിക്കിപ്പോ ആശ്വാസം. അപ്പൊ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: നീതിബോധത്തിൽ കേന്ദ്രീകൃതമാണ് നമ്മുടെ ആത്മാവിലെ സന്തോഷവും ശരീരത്തിന്റെ സമാധാനവും. നീതി, അതായത് എങ്ങനെയാണ് ഞാൻ നീതീകരിക്കപ്പെട്ടത്? യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ ഞാൻ നീതീകരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, വിശ്വസിക്കുന്നവരെ നീതീകരിക്കേണ്ടതിന് അതെ, യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരെ നീതീകരിക്കേണ്ടതിന് പിതാവ് അങ്ങനെ ചെയ്തു. എന്ത് ചെയ്തു? യേശുവിനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. അതെ, അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ്: ഹല്ലേലൂയ, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് തന്നെ അവൻ അങ്ങനെ ചെയ്തു. അപ്പൊ നീതീകരിക്കപ്പെട്ടത് അങ്ങനെ, യേശുവിൽ വിശ്വസിച്ച വ്യക്തി നീതീകരിക്കപ്പെട്ടു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 15-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നീതിബോധം ഉണ്ടാകാനായിട്ട് ഏറ്റവും ആവശ്യമായി പരമപ്രധാനമായി നിങ്ങളിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണെന്നുള്ള ബോധം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്ത് വരണം. അതാണ് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം. നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, ഹല്ലേലൂയ, നിങ്ങൾ പാപത്തിലോ അഴുക്കിലോ നിങ്ങൾ എത്ര ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയ വ്യക്തിയാകട്ടെ, നിങ്ങളുടെ അകത്തൊരു ബോധ്യം വേണം, എന്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. അത് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന നീതിബോധമില്ലേ, മനസ്സിലുണ്ടാകുന്ന നീതിബോധം, ആ മനസ്സിലുണ്ടാകുന്ന നീതിബോധം, ഹല്ലേലൂയ, ആ നീതിബോധമുള്ള വ്യക്തിയിൽ, ഹല്ലേലൂയ, എന്ത് സംഭവിക്കുന്നത്? ആത്മാവിൽ സന്തോഷം ഉണ്ടാകും.
അപ്പൊ ആദ്യം നമ്മളിൽ ഉണ്ടാകേണ്ടത് നീതിബോധമാണ്. ഞാൻ നീതീകരിക്കപ്പെട്ടവനെന്നുള്ള ബോധ്യമാണ്. ആ നീതിബോധത്തിൽ നിന്ന് ഹല്ലേലൂയ നമ്മുടെ ആത്മാവിൽ വലിയ സന്തോഷം ഉണ്ടാകും. അതെ, ഹല്ലേലൂയ, ഞാൻ ദൈവത്തോട് ചേർന്ന് വസിക്കുക, ഞാൻ ദൈവത്തോട് നിരപ്പായിരിക്കുക, ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാ, ഞാൻ ദൈവത്തിലായവനാ, ഞാൻ ദൈവത്തിലാണ്, ഞാൻ ക്രിസ്തുവിലാണ്, ക്രിസ്തു എന്നിലാണ്. ആ സമാധാന ബോധം നമ്മുടെ അകത്ത് വരുമ്പോൾ പ്രിയപ്പെട്ടവർ, അത് നമ്മുടെ ശരീരത്തിന് സൗഖ്യമായി തീരും. അവിടുന്നാണ് ആമേൻ വചനം പറയുന്നത്, ആമേൻ സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് ഔഷധം വേണോ? സന്തോഷിക്കുക. സന്തോഷം വേണോ? ആത്മാവിലാകുക. അതായത് നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് ഞങ്ങളെ നീതീകരിച്ചു എന്നുള്ള ബോധ്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ ബോധ്യത്തിൽ നിന്ന് വരുന്നതാണ് നിങ്ങളുടെ ആത്മാവിലെ സന്തോഷം. പ്രൈസ് ഗോഡ്. ആ സന്തോഷമാണ് നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യത്തെ കൊണ്ടുവരുന്നത്. ഇന്ന് ഹല്ലേലൂയ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എത്ര വലിയ രോഗികളാണെങ്കിലും അവന്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുക. നിരാശപ്പെടണ്ട. ഇപ്പോൾ തന്നെ ഹല്ലേലൂയ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ നിമിഷം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ശരീരത്തിൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ ചെയ്യാൻ കർത്താവിന് കഴിയും. ഇപ്പോൾ തന്നെ കർത്താവിന് കഴിയും. ദൈവവചനത്തിലുള്ളതാണത്. അവൻ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. വിശ്വസിക്കാമോ? അത്ഭുതം പ്രാപിക്കാമോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് അത്ഭുതത്തിന്റെ ദിവസമായി, ഒരു അത്ഭുതത്തിന്റെ സമയമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ക്രിസ്തു യേശുവിലൂടെ നീതീകരിക്കപ്പെട്ടവരാണെന്നുള്ള അസാധാരണമായ ആഴമേറിയ ബോധ്യത്താൽ കർത്താവ് ഇപ്പോൾ തന്നെ അവരുടെ ഹല്ലേലൂയ ആത്മാവിലെ സന്തോഷവും ശരീരത്തിലെ സമാധാനം ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിന്, അവരുടെ അനുഗ്രഹത്തിന്, അവരുടെ ആരോഗ്യത്തിന് വിരോധമായി നിൽക്കുന്ന എല്ലാ കുറ്റബോധങ്ങളും, എല്ലാ ആമേൻ ഹല്ലേലൂയ നിരാശകളും, എല്ലാ ഇരുട്ടുകളും മാറിപ്പോകട്ടെ. ദൈവികമായ ഒരു സമാധാനം, ദൈവിക സ്വസ്ഥത അവരുടെ ഹൃദയങ്ങളിലേക്ക് വെളിപ്പെടുമാറാകട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ നിമിഷം തന്നെ കർത്താവ് അവരുടെ ഹൃദയങ്ങളിൽ അത്യന്തം സമാധാനം അവരുടെ അകത്തേക്ക് പ്രവേശിക്കട്ടെ. ആമേൻ. ദൈവിക സ്വസ്ഥത അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ. എല്ലാ ഭാരങ്ങളും അവർ വിട്ടുമാറട്ടെ കർത്താവ്, യേശുവിന്റെ നാമത്തിൽ. ഈ നിമിഷം ഇപ്പോൾ തന്നെ കർത്താവ്, നാഥന്റെ വലിയ സൗഖ്യം, അങ്ങയുടെ വലിയ സമാധാനം, അങ്ങയിൽ നിന്ന് പുറപ്പെടുന്ന വലിയ അത്ഭുതം അവരിലേക്ക് വെളിപ്പെടട്ടെ. അവസ്ഥകൾ മാറട്ടെ, സ്ഥിതികൾ മാറട്ടെ. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ എത്ര മാരക രോഗമെങ്കിലും യേശുവിന്റെ അടിപ്പിണറുകളാൽ വന്ന സൗഖ്യം, അതേ കർത്താവ് ഹല്ലേലൂയ ഇന്ന് ഇപ്പോൾ ആരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു അവരുടെ ഓരോരുത്തരുടെ മേലും കർത്താവ് യേശുവിന്റെ അടിപ്പിണറുകളാൽ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സൗഖ്യം ആ ശരീരങ്ങളെ സ്പർശിക്കട്ടെ. ഇപ്പോൾ തന്നെ യേശു തൊടുന്നു, യേശു നിങ്ങളെ തൊടുന്നു, യേശുവിന്റെ കരം നിങ്ങളെ തൊടുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം ക്രിസ്തുവിന്റെ സ്ഥാനാപതിയായിട്ട് നിന്നുകൊണ്ട് ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കൽപ്പിക്കുന്നു. അത്ഭുത സൗഖ്യം അവരിൽ വെളിപ്പെടട്ടെ. അത്ഭുത സൗഖ്യം വെളിപ്പെടട്ടെ. കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി, വിടുവിച്ചതിനായിട്ട് നന്ദി, കരം തൊട്ടതിനായി നന്ദി, ആശ്വാസം നൽകിയതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. നിങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുക. നിങ്ങളിൽ കർത്താവ് ഇപ്പോൾ തന്നെ അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിൽ നിന്ന് വളരാമോ? നിങ്ങളുടെ അവസ്ഥ മാറും. നിശ്ചയമായിട്ടും കർത്താവിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി വലുതാണ്. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. യെസ്, കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.